അതിജീവനത്തിൻ്റെ അർത്ഥം നമ്മെ പുതുതായി പഠിപ്പിക്കുന്ന ഒരു പ്രചോദന യാത്രയിലേക്ക് സ്വാഗതം. വെറ്റിനറി സർജൻ ഡോക്ടർ എസ് ജയശ്രീയുടെ ജീവിതവും ക്യാൻസറും വിഷാദവും മറികടന്ന ആത്മവിശ്വാസത്തിൻ്റെ കഥയും പകൽ നക്ഷത്രം എന്ന പുസ്തകത്തിലൂടെ നമ്മളെ സ്പർശിക്കുന്ന പ്രത്യാശയുടെ പ്രകാശവുമാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. പകൽ നക്ഷത്രം എന്ന ഈ പുസ്തകം അതിജീവനത്തിന്റെ കഥയാണല്ലോ. ഈ പുസ്തകത്തെപ്പറ്റി കൂടുതലായി പറയാമോ? ഇത് എഴുതാനിടയായ സാഹചര്യത്തെപ്പറ്റി വിശദീകരിക്കാമോ? പറയാം. പകൽ നക്ഷത്രം എൻ്റെ ജീവിതയാത്രയുടെ കഥയാണ്. കഥ പോലൊരു ജീവിതം എന്നാണ് ഞാൻ ഇതിന് കൊടുത്തിരിക്കുന്ന ടാഗ്ലൈൻ. ശരിക്കും എൻ്റെ ജീവിതം ഒരു കഥ പോലെ സംഭവബഹുലമായപ്പോൾ ഇത് ഇടയ്ക്കെപ്പോഴോ ഇതൊന്ന് എഴുതിയാൽ കൊള്ളാമെന്ന് തോന്നിയിരുന്നു. അപ്പോൾ എഴുതാൻ പറ്റിയ സാഹചര്യങ്ങളിലൊക്കെ കുറിപ്പുകളായി അത് കുറിച്ചു വെച്ചു. പിന്നീട് ശരിക്കും എഴുതിയേ മതിയാകൂ എന്ന് തോന്നിയ ഒരു സന്ദർഭത്തിൽ പഴയ കുറിപ്പുകളൊക്കെ തപ്പിയെടുത്ത് ഒന്നുകൂടി വായിച്ചും കറക്റ്റ് ചെയ്തും പിന്നെ ബാക്കി കൂടി എഴുതി ചേർത്തും ഒക്കെയാണ് ഈ പകൽ നക്ഷത്രം എന്ന ഈ പുസ്തകം പൂർത്തിയാക്കിയത്. ഒരു ക്യാൻസർ അതിജീവതയുടെ കഥ എന്നൊക്കെ കേൾക്കുമ്പോൾ സാധാരണ ആൾക്കാർ വിചാരിക്കുന്നത് ഇതൊരു വേദനയുടെ കഥയാണോ, ഇത് വായിച്ചാൽ ഭയങ്കര വിഷമമായി പോവോ എന്നൊക്കെ ആയിരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ഇതിനകത്ത് അങ്ങനെയുള്ള കാര്യങ്ങളല്ല. ഇത് ഒരു സ്ത്രീയുടെ ജീവിതത്തില് അവര് ക്യാൻസറിൽ വരെ എത്തി നിൽക്കുന്നു എന്നുള്ളത് കാര്യം ശരി. പക്ഷെ ആ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ഇടകലർന്ന ഒരു രീതിയാണ് ഇതിൽ പറഞ്ഞു പോയിരിക്കുന്നത്. അതിനിടയിൽ വിഷാദവും ക്യാൻസറും ഒക്കെ ഓരോ കഥാപാത്രങ്ങളായി ഇടയ്ക്ക് വന്നു പോകുന്നു. എന്നാൽ കോളേജ് കാലമൊക്കെ പറയുമ്പോൾ തമാശകളും എൻ്റെ പ്രണയങ്ങളെ പറ്റിയും ഒക്കെ എല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു എന്റർടൈനറായി തന്നെ അതേസമയം ഒരു മോട്ടിവേറ്റിംഗ് സ്റ്റോറി ആയിട്ടും വായിച്ചു പോകാവുന്ന ഒരു പുസ്തകമാണ് പകൽ നക്ഷത്രം എന്നാണ് ഇതുവരെ കിട്ടിയ റിവ്യൂകൾ. കാരണം എഴുതിയ ഞാനല്ല പറയേണ്ടത്, വായിക്കുന്നവരാണ് അഭിപ്രായം പറയേണ്ടത്. പക്ഷെ ഇതുവരെ കിട്ടിയ അഭിപ്രായങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് ഇത് വായിക്കുന്ന ഓരോരുത്തർക്കും തങ്ങളുടെ ദുഃഖകരമായ ജീവിത സാഹചര്യങ്ങളെ ഒരു വേറിട്ട കണ്ണിലൂടെ നോക്കിക്കണ്ട് അവയെ അവസരങ്ങളാക്കാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ജീവിതത്തിലെ ഓരോ പ്രതിസന്ധിയും അതിൻ്റെ കൂടെ ഒരു അവസരവും കൂടെ തരുന്നുണ്ട്. എനിക്ക് എൻ്റെ ക്യാൻസറും വിഷാദവും എന്ന പ്രതിസന്ധി വെച്ച് നീട്ടിയ അവസരമാണ് ഈ പകൽ നക്ഷത്രം. ശരിക്കും ഇതെൻ്റെ ജീവിതത്തിലെ പ്രകാശം തെളിയിച്ച നക്ഷത്രം തന്നെയാണ്. അത് ഞാൻ ആ പ്രതിസന്ധിയെ അവസരമാക്കിയത് കൊണ്ടാണ്. അതെങ്ങനെയാണെന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ക്യാൻസറും വിഷാദ രോഗവും ഒരേ സമയം അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോൾ മറ്റെന്തൊക്കെ കലകളാണ് സ്വായത്തമാക്കാൻ ശ്രമിച്ചത്? എനിക്ക് ജീവിതത്തിൽ ആദ്യം മുതലേ തന്നെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ എൻ്റെ ശ്രദ്ധ ഒന്ന് മാറ്റിവിട്ടാൽ നന്നായിരിക്കും എന്ന് അനുഭവത്തിലൂടെ അങ്ങനെ അറിഞ്ഞതാണ്. കാര്യം ജീവിത ആദ്യകാലങ്ങളിലൊക്കെ വിഷമം വരുമ്പോൾ എന്തെങ്കിലും എഴുതുക. അപ്പോൾ എഴുതുന്നത് ചിലപ്പോൾ അതിനെ ചിലപ്പോൾ ഒരു കഥയാക്കി എഴുതുക, കവിതയാക്കി എഴുതുക, അങ്ങനെയൊക്കെയുള്ള ശീലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ രോഗം വന്നപ്പോഴും ഞാൻ വിചാരിച്ചു ഞാനിങ്ങനെ ഇത് മാത്രം ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ വല്ലാത്തൊരവസ്ഥയിലാവും. കാര്യം ഒന്നാമത് എനിക്ക് വിഷാദമാണ്. അപ്പോൾ ഈ വിഷാദത്തിൻ്റെ ഇടവേളകളിൽ നമുക്ക് ഇച്ചിരി നല്ല ബോധം വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത്. ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും പുതുതായി പഠിക്കണം. ആദ്യം ഒരു വാനപ്രസ്ഥം എന്നും പറഞ്ഞൊരു ഓൺലൈൻ കോഴ്സ്, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഇച്ചിരി ആത്മീയതയും കൃഷിയും ഒക്കെ അങ്ങനെയൊക്കെ ഉള്ള ഒരു കോഴ്സായിരുന്നു. ഒരു ഓൺലൈൻ കോഴ്സ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അതുകൊണ്ടൊന്നും പോരാന്ന് തോന്നിയിട്ട് ചിത്രകല പഠിക്കാൻ ആരംഭിച്ചു. അപ്പോൾ പണ്ട് മുതലേ ചെറുതായിട്ടൊക്കെ വരയ്ക്കും. നമ്മൾ കോളേജിലൊക്കെ റെക്കോർഡ് വരയ്ക്കാനൊക്കെ കൊണ്ടുവരുമ്പോൾ റെക്കോർഡ് മോശമില്ലാതെ വരയ്ക്കും. അല്ലാതെ അതിനകത്ത് വലിയ കഴിവുകളൊന്നുമില്ല.
എന്നാലും ആട്ടെ വരയ്ക്കാൻ തുടങ്ങാന്ന് വെച്ചാൽ അങ്ങനെ ആദ്യം യൂട്യൂബിനെ ഗുരുവാക്കി. എന്നിട്ട് പിന്നെ അത് പറ്റുന്നില്ല, എൻ്റെ ശ്രദ്ധ പിടിച്ച് വയ്ക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് വെച്ചപ്പോൾ ഒരു സാറിനെ സംസാരിച്ചു. അപ്പോൾ സാറ് വീട്ടിൽ വന്ന് പഠിപ്പിച്ചു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു മാറ്റം ഉണ്ടാക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയ ഒരു സൃഷ്ടി നടത്തുകയാണ്. ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം. അപ്പോൾ പുതിയൊരു ചിത്രം വരയ്ക്കുന്നു, പുതിയൊരാളുടെ മുഖം വരയ്ക്കുന്നു. അപ്പോൾ നമ്മുടെ വരകളിലൂടെ ആ ആളിൻ്റെ മുഖം ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ്, അതെനിക്ക് ഒത്തിരി ഹാപ്പി ഹോർമോൺസ് ലിബറേറ്റ് ചെയ്തു എൻ്റെ ബോഡിയിൽ. കാര്യം വിഷാദത്തെ അതിജീവിക്കാൻ നമ്മുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺസ് ആണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ഓരോ ചിത്രം വരയ്ക്കുന്നതിനെ പറ്റിയാണ് ചിന്ത മുഴുവൻ. കീമോതെറാപ്പിയും റേഡിയേഷനും അതിൻ്റെ ക്ഷീണങ്ങളും ഒക്കെ അവിടെ ഉണ്ടെങ്കിലും എൻ്റെ മനസ്സ് മുഴുവൻ പുതിയൊരു ചിത്രം കണ്ട പുതിയ ചിത്രം വരയ്ക്കുക, യൂട്യൂബിൽ ചിത്രങ്ങളുടെ വീഡിയോ കാണുക, എന്നിട്ട് അങ്ങനെ 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 ഈ ചിത്രങ്ങളുടെ ലോകത്തായി. പിന്നെ കളർ വാങ്ങിക്കുക, പെയിൻറ്റ്, പല ടൈപ്പിലുള്ള പെയിൻറ്റ് വാങ്ങിക്കുക. അപ്പോൾ എൻ്റെ ബ്രദറൊക്കെ വിദേശത്തു നിന്ന് വരുമ്പോൾ ഞാൻ പറയും അവിടെയുള്ള ഈ അക്രിലിക് പെയിൻറ്റിങ്, ഓയിൽ പെയിൻറ്റിൻ്റെയൊക്കെ സാധനം എനിക്കത് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് വരുമ്പോഴും ഇങ്ങനെയൊക്കെയുള്ള എനിക്ക് ക്യാൻവാസ്, കളർ, പേപ്പർ ഒക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനൊരു പുതിയ ലോകത്തിലേക്ക് ചുവട് വെച്ചപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതൊക്കെ അങ്ങോട്ട് മറക്കാൻ തുടങ്ങി. അപ്പോൾ ശരിക്കും എല്ലാവരും നമ്മുടെ ശ്രദ്ധയെ ഒന്ന് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം. ഞാൻ ശ്രദ്ധയെ മാറ്റാൻ വേറെ കുറേ കാര്യങ്ങളും കൂടെ ചെയ്തു കേട്ടോ. പക്ഷെ അതൊക്കെ പാളിപ്പോയി. ഡാൻസ് പഠിക്കാൻ പോയതും പാട്ട് പഠിക്കാൻ പോയതും ഒക്കെ ഉണ്ട്. അതൊക്കെ തമാശകളാണ്. ഡാൻസ് പഠിക്കാനും ഒക്കെ പോയതും ഒക്കെ ആ തമാശകളെല്ലാം പകൽ നക്ഷത്രം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും സക്സസ്ഫുള്ളായി മുന്നോട്ട് പോയത് ചിത്രകലയാണ്. അപ്പൊ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയതിനൊപ്പം തന്നെ പരാജയപ്പെട്ടതിനെയും പറയണമല്ലോ. അപ്പൊ എന്തായാലും ഇതെല്ലാം ചേർന്നതാണല്ലോ ജീവിതം. അപ്പോൾ ഈ ചിത്രകല ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇപ്പോൾ ഓയിൽ പെയിന്റിംഗ് ആണ് പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് സാഹചര്യവും മൂഡും ഉള്ളപ്പോൾ അതനുസരിച്ച് സാറിനെ വിളിക്കും. സാറ് വരും. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഹോംവർക്കൊക്കെ ഇട്ട് തന്നിട്ട് പോകും. അപ്പം ഞാൻ എൻ്റെതായ രീതിയിലും വരയ്ക്കും. എന്ന് വെച്ചാൽ ഇത് ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അതാണ് ഈ ചിത്രകല ഞാൻ പഠിക്കുന്നതെന്ന് വെച്ചാൽ ഞാനിത് ആരെയും ബോധിപ്പിക്കാനോ അല്ലെ ഞാനൊരു ചിത്രകാരിയായി അറിയപ്പെടണം അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടല്ല. എൻ്റെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ സന്തോഷത്തിന് വേണ്ടി, എൻ്റെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എന്നെ തന്നെ സ്നേഹിക്കണം, എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് ഞാൻ ചിന്തിച്ച് തുടങ്ങിയത് ഈ ചിത്രകല പഠിച്ചപ്പോഴാണ്. അതുമുതൽ എൻ്റെ ജീവിതത്തിൽ വളരെ വളരെ ചേഞ്ച് വന്നു. ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങി. എൻ്റെ സന്തോഷത്തിന് എനിക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നില്ല എന്നല്ല. എൻ്റെ കുടുംബം തന്നെയാണ് എൻ്റെ ഏറ്റവും വലുത്. പക്ഷെ അതോടൊപ്പം തന്നെ ഞാൻ എന്നെ കൂടെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി. എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പം ചെയ്യുന്നതും അറിയാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ആഫ്റ്റർ ക്യാൻസർ ലൈഫാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതായത് ബിഫോർ ക്യാൻസർ ആൻഡ് ആഫ്റ്റർ ക്യാൻസർ ഏത് ലൈഫാണ് കൂടുതൽ ഇഷ്ടമെന്ന് തോന്നിയാൽ ഒരു സംശയമില്ല, എനിക്ക് ഇപ്പോഴത്തെ ലൈഫാണ്. ഇപ്പോഴത്തെ ലൈഫിലാണ് ഞാൻ എൻ്റെ ജീവിതത്തെ ഞാൻ കൂടുതൽ തിരിച്ചറിഞ്ഞത് ഈ ഒരു ലൈഫിലാണ്. അതാണ് എനിക്കതിനെപ്പറ്റി പറയാനുള്ളത്. ചിത്ര പ്രദർശനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടോ? ചിത്ര പ്രദർശനങ്ങൾ ഞങ്ങളുടെ വെറ്റിനറി അസോസിയേഷനുകൾ കൺവെൻഷൻസ് ഒക്കെ നടത്തുമ്പോൾ അവരങ്ങനെ ആവശ്യപ്പെടാറുണ്ടായിരുന്നു ചിത്ര പ്രദർശനങ്ങളൊക്കെ നമുക്ക് നടത്താമെന്ന്. അപ്പം അങ്ങനെ 3 പ്രാവശ്യം ചിത്ര പ്രദർശനം, ഒന്ന് ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിൽ 2 പ്രാവശ്യം അങ്ങനെ ചിത്ര പ്രദർശനം നടത്തി. അത് നമ്മുടെ ചിത്രങ്ങൾ കൂടുതൽ ആൾക്കാർ കാണുന്നതും ഒക്കെ ഒരു സന്തോഷമാണ്. കാര്യം എന്ന് വെച്ചാൽ 46 വയസ്സ് വരെ ചിത്രങ്ങൾ വരയ്ക്കാതിരുന്ന ഒരാൾ അതിനുശേഷം പഠിച്ചൊരു കല വരച്ച ആൾക്കാർക്ക് ചിത്രങ്ങൾ വരച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊരു പ്രത്യേകതയാണ്. ആ ഒരു സന്തോഷം എനിക്ക് കിട്ടിയ ഒരു പുതിയ അനുഭവമാണ്. ചിലപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രതിസന്ധികളൊന്നും വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനിതിനൊന്നും മെനക്കെടില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ഓരോ പ്രതിസന്ധിയും നമുക്ക് തരുന്നത് ഓരോ അവസരങ്ങൾ കൂടിയാണ്. ആ അവസരങ്ങളെ നമ്മൾ കണ്ടെത്തണം. അത്
മനസ്സിലാക്കിക്കുന്ന ഒരു പുസ്തകമാണ് പകൽ നക്ഷത്രം. വിഷാദവും വേദനയുമൊക്കെ അനുഭവിക്കുന്നവർ സാധാരണ ഒറ്റപ്പെടലിൻ്റെ വീർപ്പുമുട്ടലിൽപ്പെട്ട് അലയുന്നതായാണ് കാണുന്നത്. എന്നാൽ താങ്കൾ ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് സ്വന്തം ക്രിയാത്മകതയെ എങ്ങനെയാണ് ജീവകാരുണ്യ പ്രവർത്തനമാക്കിയതെന്ന് ഒന്ന് വിശദീകരിക്കാമോ? ഈ പുസ്തകത്തിൻ്റെ വിലയുടെ 10% ക്യാൻസർ രോഗികൾക്കും വിഷാദ രോഗികൾക്കുമായിട്ട് നീക്കിവെച്ചിരിക്കുക. അപ്പം നമ്മൾ ഇതിൻ്റെ പുസ്തക പ്രകാശനത്തിന് അന്ന് തന്നെ 37,000 രൂപ ക്യാൻസർ രോഗികൾക്കും വിഷാദ രോഗികൾക്കുമായിട്ട് നമ്മൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അതായത് ഈ ഒരു എഡിഷൻ്റെ മുഴുവൻ അങ്ങനെ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഇനി എത്ര പതിപ്പുകൾ ഇറങ്ങിയാലും അതിൻ്റെ ഒരു ഭാഗം ക്യാൻസർ രോഗികൾക്കും വിഷാദ രോഗികൾക്കും. കാര്യം എന്ന് വെച്ചാൽ അവരിലേക്കാണ് ഈ പുസ്തകം എല്ലാ രീതിയിലും എത്തേണ്ടത്. അതിൻ്റെ ഗുണഫലങ്ങൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് കിട്ടിയത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ 2 പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴാണ് ഞാൻ ഈ രോഗത്തെ പറ്റിയും ഈ രോഗം ഉള്ളവർ അനുഭവിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടിനെ പറ്റിയും ഒക്കെ കൂടുതലായിട്ട് അറിഞ്ഞത്. എനിക്ക് വിഷാദം വന്നതുകൊണ്ടല്ലേ ഞാനിങ്ങനെ വിഷാദ രോഗിയായ ആൾക്കാരുടെ മാനസികാവസ്ഥ എന്താണ് എന്ന് ശരിക്ക് അറിഞ്ഞത്. അപ്പം ഇവൻ പറയും, എൻ്റെ മോൻ പറയും, ഈ ഡിപ്രഷൻ വന്ന ആ കാലയളവിൽ പറയായിരുന്നു, ഇത്രയും നാൾ അമ്മ ഞങ്ങളെ വളർത്തി, ഇനി കുറച്ചാൾ ഞങ്ങളെ അമ്മയെ വളർത്തട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്രയ്ക്ക് ഒരു കുട്ടിയെ പോലെ ആയിരുന്നു. അപ്പോൾ വീണ്ടും ഒരു കുട്ടിയെ പോലെ ആയിട്ട് നമ്മുടെ വികാരങ്ങളും ഒക്കെ റീഅസൈൻ ചെയ്ത് ആണ് ഇപ്പം വീണ്ടും പഴയതുപോലെ ആയി വന്നത്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിനുശേഷം ഞാൻ ഇങ്ങനെ ഒരു പുസ്തകം എഴുതുമ്പോൾ അതിൻ്റെ ഒരു പങ്ക് അവർക്ക് കൊടുത്തില്ല എങ്കിൽ, ഇതുമൂലം ദുരിതപ്പെടുന്നവർക്ക് കൊടുത്തില്ല എങ്കിൽ അത് പൂർണ്ണമാവില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓൾറെഡി 37,000 കൊടുത്തിരിക്കുന്നു. ഇനി പുസ്തകത്തിൻ്റെ ഈ എഡിഷൻ തീരാറാവുമ്പോഴത്തേക്ക് ബാക്കി ഉള്ളതും കൂടി കൊടുക്കും. 380 രൂപയാണല്ലേ പുസ്തകത്തിന്റെ വില? അതെ. മുഖം ബുക്സ് പബ്ലിഷേഴ്സ്, മലപ്പുറത്തുള്ള മുഖം ബുക്സ് ആണ് ഇതിന്റെ പബ്ലിഷേഴ്സ്. 380 രൂപയാണ് പുസ്തകത്തിന്റെ വില. അതിന്റെ 10% നമ്മൾ ക്യാൻസർ രോഗികൾക്കും വിഷാദ രോഗികൾക്കുമായിട്ട് നീക്കി വെച്ചിരിക്കുന്നത്. താഴ്ചകളിൽ നിന്ന് ഉയർന്നു മുന്നേറാനുള്ള ശക്തിയാണ് ജീവിതത്തെ മനോഹരമാക്കുന്നത് എന്ന സത്യമാണ് ഡോക്ടർ ജയശ്രീയുടെ യാത്ര നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രതിസന്ധികൾക്കിടയിലും പ്രതീക്ഷ കൈവിടാതെ ജീവിക്കാൻ പ്രചോദനം നൽകുന്ന ഈ കഥ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഒരു പകൽ നക്ഷത്രം പോലെ പ്രകാശിക്കട്ടെ.